ഇല്ലല്ലോ. ആ സമയം പിന്നെ തീരുമാനിക്കുന്നത് ആരാണ്? അമ്മയാണ്. അമ്മ സമയം തീരുമാനിക്കും. അമ്മയ്ക്ക് അതാണ് സമയക്കടികാരവുമായി കൃപാസന അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് തരുന്ന അനുഭവ സന്ദേശങ്ങളിൽ ഒന്നാണത്. തക്ക സമയം, നിൻ്റെ സങ്കടങ്ങൾ തീരാനുള്ള തക്ക സമയം നിൻ്റെ അമ്മ തീരുമാനിക്കുമെങ്കിൽ അതിനെ തീരുമാനിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അമ്മ നൽകിയ ഉടമ്പടി പ്രാർത്ഥന. കൈ അടിച്ച് കർത്താൻ. അപ്പോൾ ഈ 1-10-5-6 ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്ന് പറയണത്? താഴ്മയോടെ നിൽക്കണം, വിനയത്തോടെ നിൽക്കണമെന്ന്. അത് ഒന്ന് പ്രാർത്ഥിച്ച് ഭരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ, ബഹളം ഉണ്ടാക്കാതെ നിൽക്കാൻ, പെരുപെറുക്കാതെ നിൽക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അപ്പോഴേ ആൾക്കാർക്ക് വരുന്ന ഒരു ചെറിയ അബദ്ധം അതാണ്, ദൈവതിരുസന്നിധിയിൽ നിൽക്കാൻ അറിയാൻ പാടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഉടമ്പടി വരുമ്പോൾ പക്ഷേ നിങ്ങളത് പഠിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ PSC ടെസ്റ്റ് എഴുതി, രണ്ടുപേരും എഴുതാൻ പോയി, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി എടുക്കാത്ത ആളിനെ PSC ടെസ്റ്റിന് കിട്ടി, നിനക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് നിനക്ക് ദൈവദർശനം നിൽക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ പിറുപിറുപ്പുണ്ടാവും. നിൽക്കാൻ അറിയാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ, ഉടമ്പടി എടുക്കാത്തവർക്കാണല്ലോ അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ദൈവദർശനം തർക്കം ഉണ്ടാവും. തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യരുതേ. കാര്യം എന്താണ്? ദാസൻ അഥവാ ദാസിയുടെ സ്റ്റേറ്റിലേക്ക് ആണ് നിന്നെ ഉടമ്പടി കൊണ്ടുവരുന്നത്. അതാണ് മത്തായി സുവിശേഷം 12-19-20. പറഞ്ഞോളൂ. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്യുകയില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിരെ ന്യായവിധി അറിയിക്കുകയും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ തിരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കുകയില്ല. അപ്പോൾ ഈ വിനയായ തർക്കം ഉണ്ടാക്കാതെ എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇപ്പം തന്നെ നിങ്ങളുടെ കല്യാണം ഉടമ്പടി നിങ്ങൾക്ക് വിവാഹം വെച്ചിട്ടുണ്ട്, പക്ഷേ വിവാഹം അത് ഉടമ്പടി ചെയ്ത ഉടനെ ഒരു മനസ്സമ്മതം വന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തല്ല മാതാവ് തന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ കൈ കൊടുത്തു. പക്ഷേ മനസ്സമ്മതം നടന്നിട്ട് പക്ഷേ ആ കല്യാണം പോയി. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ അതിൻ്റെ ചമ്മൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആ ചമ്മൽ നിങ്ങൾ ചമ്മലാണെന്ന് പറയത്തില്ല. പറഞ്ഞിട്ട് പറയും ഞാനിൻ്റെ പട്ടിയുടെ മുന്നിൽ പോയി നിൽക്കത്തില്ലെന്ന് പറയും. ഇതാണ് ദാർഢ്യം എന്ന് പറയണത്. ഇങ്ങനെ ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല. അവിടെ വിനയം ഉണ്ടാകണം. ഇവർക്ക് നിങ്ങൾക്ക് ചമ്മലുണ്ടായി, ആ കല്യാണം പോയപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് പിടിക്കഴിഞ്ഞിട്ടായിരിക്കുമോ, എന്തെങ്കിലും പിടിക്കഴിഞ്ഞിട്ടായിരിക്കും പോയല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനുണ്ടാകുന്നത്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് ഒരു ചമ്മൽ പോലെ ഉണ്ടാകും. പക്ഷെ ചമ്മൽ ഇവർ പുറത്ത് കാണിക്കത്തില്ല. അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മയോട് പറയും, ഇനി ഒരുവൻ്റെ മുമ്പിൽ പോയി ഞാൻ നിൽക്കത്തില്ല. ഇതാണ് വിഷയം. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ഇതാണ് വിഷയം. ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ തെളിമയില്ല, അറിയാവില്ല. അവിടുന്ന് തന്നെ, അതായത് ദൈവദർശനം നിൽക്കാൻ അറിയത്തില്ല ഇവർക്ക്. കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. അവർ സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യണ മുമ്പ് അവർക്ക് വരെ കുറേ പ്രോബ്ലം ഉണ്ട്. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടിയെ കൂടി വേണം. ആ കുട്ടിയെ പക്ഷേ അവർ കിട്ടണില്ല. 7 കൊല്ലമായി 2 കുട്ടികളുണ്ട്, ഒരു കുട്ടിയെ കൂടി വേണം. 7 കൊല്ലമായിട്ട് ആ 3ാമത്തെ കുട്ടിയെ കിട്ടണില്ല. അവർ ഉടമ്പടി ചെയ്ത് അപ്പോൾ ഓസ്ട്രേലിയ മൈഗ്രേഷൻ കൂടി ഉടമ്പടി വിഷയമാക്കി. നമ്മൾ യൂട്യൂബിൽ സാക്ഷി ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പുള്ള സാക്ഷിയാണത്. അത് വിഷയമായി കഴിയുമ്പോൾ അവർ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആകും. പ്രഗ്നൻ്റ് ആയ ശേഷം കുറേ പ്രഗ്നൻസി പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ഇവർ സാധാരണ ലേഡിയല്ല, ഭയങ്കര അവർ നിമിഷം ഓർക്കും, കർത്താവിനോട് ഇപ്പോൾ ആ സമയത്താണ് ഞാൻ കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിച്ചതെന്ന് ഓർക്കും. എൻ്റെ ഈ ദൈവത്തോടുള്ള ഈ പിടിവാശി കാരണം കുഞ്ഞ് സഫർ ചെയ്യുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പോകേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ, ഇത് ദൈവം ഉദ്ദേശിച്ച് കാണത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പറയും ഞാൻ ഉടമ്പടി അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് 7 കൊല്ലത്തിനുള്ളിൽ കുഞ്ഞിനെ തരേണ്ടതായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴല്ലേ കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് പറഞ്ഞുള്ള സ്റ്റേണായിട്ട് നിൽക്കും. അതിൻ്റെ അകത്ത് ഇങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ആട്ടം വന്നെങ്കിലും
പിന്നെ അവർ കർത്താവിൻ്റെ കൂടെ സ്റ്റേ ആയിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നതാണ്, ഇനി ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ദൈവം തന്നെ നോക്കിക്കൊള്ളും. അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, 3ാമത്തെ കുഞ്ഞിനെ എന്തിനാണ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നത്. വെച്ചാൽ അബോർഷൻ ചെയ്യണില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഡോക്ടർ അതിൻ്റെ വെയർ അബൌട്ട്സിൽ ഇവരെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ സെറ്റിൽമെൻറ്റും ഉണ്ടാക്കുകയും. പക്ഷേ ഇവർ പറയും അങ്ങനെ ചെയ്യത്തില്ല ഡോക്ടറെ, ഇത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാൽ കർത്താവിടേക്കെന്ന്. അപ്പോൾ കർത്താവ് നോക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ക്രൈസിസ് ഉണ്ടായിക്കൊണ്ട് ഇവർക്ക് ഇന്ന് ഫെയ്ത്ത് ജനറേറ്റ് ചെയ്ത് പ്രെയർ ജനറേറ്റ് ചെയ്ത് അത് ഒരു ഭയങ്കരമായിട്ട് കാര്യം ഈ നമ്മൾക്ക് വിശ്വാസം എന്ന് പറയണത് ഒരു ഇൻ്റലക്ച്വൽ വെഞ്ചറാണ്. അത് വിശ്വാസം ഒരു ഇമോഷണൽ വെഞ്ചറല്ല. അത് എല്ലാവരും മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയണത് ബുദ്ധിപരമായ ഒരു ഇടപെടലാണ്. അപ്പോൾ ഇവരെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായി, ഉടമ്പടി ചെയ്തു, 7 കൊല്ലം അവർക്ക് മക്കളില്ല, ഉടമ്പടി ചെയ്തപ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു. പക്ഷേ മക്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്, കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ട്, അത് ചലഞ്ച് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്. ഡോക്ടർ പറഞ്ഞത് എന്തിനാ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിനെ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ടെർമിനേറ്റ് ചെയ്ത് കളയാമെന്ന് പറയുമ്പോൾ ഇവർ പറയും അങ്ങനെയല്ല ഡോക്ടർ, ഇത് ഞാൻ കർത്താവിൻ്റെ 7 കൊല്ലം എനിക്ക് മക്കളില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ചോദിച്ച് വാങ്ങിച്ചതാണിത്, അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, അപ്പോൾ ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? ദൈവം തന്നെ ആയിരിക്കും, അറിയത്തില്ല. എന്താ വെച്ചാൽ ഇവർ വെച്ചിരിക്കണ ഇവർ ഓസ്ട്രേലിയയിലൊക്കെ വെച്ചിരിക്കണ മൈഗ്രേഷൻ, 2 കുഞ്ഞുങ്ങളും 3 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും വൈഫും കൂടി പോകാൻ വേണ്ടി വെച്ചിരിക്കണതാണ്. അതിൻ്റെ അകത്ത് ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. പക്ഷേ ഇതിനൊക്കെ എല്ലാം നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾ എന്താ ദൈവം ഉദ്ദേശിക്കണമെന്ന് അറിയാവോ? അതായത് ഉടമ്പടിയും ക്രൈസിസുമാണ് ഞാൻ ഇന്ന് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ്. ഞാനിത് ഉദ്ദേശിച്ച് വന്നതല്ല, ഞാൻ വേറെ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വന്നതാണ്. പ്രാർത്ഥിച്ചിട്ട് വേണം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് വന്നതേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ വിഷയം ചേഞ്ച് ചെയ്ത് ഉടമ്പടിയും ക്രൈസിസും എന്നുള്ള ബന്ധമായ വിഷയമാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിലെന്താ പ്രശ്നം? ഇത് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇവരിതോടുകൂടി ഇവരുടെ പ്രെയർ ജനറേറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രാർത്ഥനയില്ലേ, നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും സുനിൽകുമാറിനും പ്രോബ്ലമാണല്ലോ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ ഇവർക്കും പ്രോബ്ലമാണ്, ജോബിക്കും പ്രോബ്ലമാണല്ലോ, ഈ തൃശ്ശൂർ ലേഡി ഈ സഹോദരിക്കും പ്രോബ്ലമാണ്. പക്ഷേ ഇവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? അവർ പ്രെയർ ജനറേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് തർക്കത്തിനില്ല, കാര്യം എന്താ, തർക്കത്തിനില്ല, ബഹളത്തിനില്ല. പിന്നെ എന്താണ്, അവിടെ നിന്ന് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ അഥവാ ദാസി, അതാണ് സബ്ജക്റ്റ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ 12:19 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത, ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൾ, അവരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അവർ ചതഞ്ഞ ഞാങ്കണ കുടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ദാസന്റെയും ദാസിയുടെയും ഒക്കെ ഒരു നിലപാടെന്ന് പറയണത്, എന്തെങ്കിലും അത്യാഹിത ഉണ്ടായാൽ ആ കള പോട്ട എന്നും പറഞ്ഞ് അവർ ഇട്ടച്ചും പോകത്തില്ല, ചതഞ്ഞ ഞാങ്കണ ഓടിക്കത്തില്ല. ഒരു തിരി പുകഞ്ഞിരിക്കുകയാണ്, അതിനെ കെടുത്തത്തില്ല, അത് കുറച്ച് തരുമ്പോൾ തെളിഞ്ഞ് വരുമെന്ന് വിശ്വസിക്കും. ഇതാണ് ദാസൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാകണം ഈ വിഷയത്തിൽ. എന്തെങ്കിലും ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നിങ്ങൾ പ്രെയർ ഉടനെ ഫ്ലോപ്പാക്കരുത്. മനസ്സിലായില്ലേ? പ്രെയർ എന്ന് വെച്ചാൽ പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത് പ്രാർത്ഥന 20% ഉള്ളൂ. ബാക്കിയെല്ലാം രോഗികളെ ശുശ്രൂഷിക്കുക, പത്രം വിതരണം ചെയ്യുക, പ്രേക്ഷിത പ്രവർത്തനമൊക്കെയാണ്. കർത്താവിനെ അറിയാത്ത അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ചില ആൾക്കാർ പത്രം കൊടുക്കണമെങ്കിൽ ഏപ്രിൽ 2-ാം തീയതി മേടിച്ച പത്രം കൊടുക്കുന്നത് ഏപ്രിൽ 28-ാം തീയതിയാണ് കൊടുത്തു തീരണത്. അതൊക്കെ വെച്ചാൽ നിങ്ങളുടെ വാദപ്പനിയാണ് കാണിക്കുന്നത്, വിശ്വാസത്തിൻ്റെ വാദപ്പനി. ബുദ്ധിയും ബോധമുള്ളവർ, ഇൻ്റലക്ച്വലായിട്ടുള്ളവർ അത് എടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം തീഷ്ണതയോടെ. ഇതെന്ന് വെച്ചാൽ ഏപ്രിൽ 28-ാം തീയതി വരെ എന്തുകൊണ്ടാണ് 2-ാം തീയതി പത്രം ഇരിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ഇവിടെയും പോകുമ്പോൾ 2 പത്രം കൊണ്ട് പോകും. 2 പത്രം കൊണ്ടുപോയാൽ ആരും അറിയരുത്, ഞാൻ പത്രം കൊടുക്കുകയാണെന്ന് ഓർക്കരുത്. ഇങ്ങനെ അതായത് നിങ്ങളുടെ ഒരു ഈഗോ സെക്യൂർ ചെയ്തുകൊണ്ട് മാത്രം ന്യൂട്രലായിട്ട് തട്ടിപ്പ് കാണിക്കും. അതായത് പത്രം ബോൾഡായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അവിടെയാണ് വിഷയം ഇരിക്കുന്നത്.
10:32 ഇതിൻ്റെ അടിസ്ഥാന വചനമാണ്. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയണം. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാൻ പേടിയുള്ളവരാണ് ആദ്യ ദിവസം 2 ദിവസം പത്രം കൊണ്ടേ കൊടുത്ത് 5 ദിവസം കഴിയുമ്പോൾ 1 പത്രം കൊണ്ടേ കൊടുത്ത് ഇങ്ങനെ എല്ലാം കൂടി നക്കാപ്പിച്ച കൊടുത്ത് അവസാനിപ്പിക്കും. കൊടുക്കണതെല്ലാം ശരിയാണ്, തെറ്റില്ല. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ചാൽ നിലപാട് തെറ്റിപ്പോയി. എന്താണ്? ആരും അറിയരുത് ഞാൻ പത്രം കൊടുക്കുകയാണെന്ന്. ഞാൻ വായിക്കാൻ വേണ്ടി പത്രം എടുത്ത് അവർക്ക് കൊടുത്തച്ച. അങ്ങനെ 30 ദിവസം കഴിഞ്ഞപ്പോൾ ആ പത്രം എല്ലാം തീർന്നു. പക്ഷേ അതിൻ്റെ തട്ടിപ്പുണ്ട്. തട്ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈഗോ ഉണ്ട്, നിങ്ങൾ ആരോ ആണെന്ന് നിങ്ങൾ ധരിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ വിനയമില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയണത് എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ പറയണത്. പിടിയിട്ടില്ലേ? അതാണ് 1 പത്രോസ് 5:6 എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ ഈ തക്ക സമയം എന്നുള്ളത് ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടി എടുക്കുമ്പോൾ സമയം ആരാ നിശ്ചയിക്കുന്നത്? അമ്മയാണ് നിശ്ചയിക്കുന്നത്. തക്ക സമയം മാത്രമല്ല, ആ വിഷയം അമ്മ തന്നെ നിശ്ചയിക്കും. ആ തൃശ്ശൂരത്തെ സഹോദരി പറഞ്ഞത്, ഞങ്ങൾക്ക് ഓസ്ട്രേലിയയൊക്കെ ഞാൻ ഉടമ്പടി വെച്ചത്, പക്ഷേ അമ്മ അതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ US മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിഷയം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷയേക്കാൾ വലുതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പറഞ്ഞാൽ ആ സാക്ഷി അവസാനിക്കണത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറിവുണ്ടല്ലോ, നമ്മളുടെ അറിവ്, നമുക്ക് ഇപ്പോൾ ഉള്ള അറിവ് അതിൻ്റെ പരിധിയിൽ നിന്നാണല്ലോ നമ്മൾ ഓരോ കാര്യം സമീപിക്കണത്. പക്ഷേ ഉടമ്പടി എപ്പോഴും വരണത് ദൈവത്തിൻ്റെ അറിവിൽ നിന്നാണ് വരണത്. നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തർക്കും അറിയുന്നത് അറിവ് കൂടുതലാണ്. അറിവ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തന്നെ അവിടുന്ന് 1971 അവിടുന്ന് അപ്പം തന്നെ പോളിടെക്നിക്കിലേക്ക് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അവരൊക്കെ ഇന്ന് വിദേശത്തൊക്കെ ഓരോരോ എഞ്ചിനീയർമാരായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ അറിവില്ലായിരുന്നു. ഇതുപോലെ തന്നെ നമുക്കും വരണത് നമ്മൾക്കുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ വിഷയം വെക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ കഴിയുള്ളതാണ് ദൈവം. നമ്മൾ ആഗ്രഹിക്കുന്ന എഫേസ്യസിന്റെ ലേഖനമാണ്, അതായത് 3:20 എഫേസ്യസ് 3:20 വായിച്ചോളൂ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, അത് ഏറ്റു പറഞ്ഞേ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ തലമുറ കഴിഞ്ഞാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? തലമുറകൾ തോറുമാണ്. നമ്മുടെ ഈ വിശ്വാസത്തിന് തലമുറ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ വിശ്വാസം നിന്ന് പോകരുത്. അത് കാര്യം മക്കളെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്തിനാണ്? അത് ദൈവ പദ്ധതിയാണ്. എഫേസ്യസ് 3:20 ഞാനൊരു വീട്ടിൽ എൻ്റെ ഒരു പ്രത്യേക കാര്യം, എൻ്റെ ഒരു ലിറ്റററി വർക്കിന് വേണ്ടി ഒരു വീട്ടിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തരാൻ വേണ്ടി ഒരു റൈറ്ററിനെ കാണാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ആ വർക്ക് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അവരിങ്ങനെ ഉടമ്പടിയൊന്നും ചെയ്യണ ആൾക്കാരല്ല. കാരണം അവരുടെ സമയം രണ്ടുപേരും ആ രീതിയിലാണെന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. എനിവേ ഞാൻ അവിടെ ചെല്ലിനോടത്തോളം കാലം മാതാവിനെക്കുറിച്ച് അവിടെ പറയാതിരിക്കെ പോരണത് ഞാൻ മാതാവ് എൻ്റെ ജീവിക്ക് പിടിക്കുന്നത്. കാരണം ഞാനോട് പറഞ്ഞു, നമ്മളിപ്പോഴൊക്കെ ജീവിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയണത് നമ്മുടെ ഇപ്പം സാധാരണ ആൾക്കാരുടെ ഉള്ളത് വിശ്വാസമാണ് സാധാരണ ഉള്ളത്. പക്ഷേ പലപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യണത് വിശ്വാസം ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നാൽ വിശ്വാസത്തെ നിൽക്കത്തില്ല. നമ്മളിപ്പോൾ വിശ്വാസികളാണെങ്കിലും ജെറ്റ് നടപടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻസ് പോലെ നിന്ന് വിറക്കണ കാണാം നമ്മൾ. അതായത് ഫെയ്ത്തിൽ നിൽക്കാത്തത് കൊണ്ടാണത് ആ വിഷയം. നമുക്ക് വിശ്വാസം ഉണ്ടേ, പക്ഷേ പെട്ടെന്നൊരു ജപ്തി നടപടി വന്ന് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിന് താളം തെറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശ്വാസത്തിന് താളം അപ്പം തെറ്റിപ്പോവും. അപ്പം നമ്മുടെ കയ്യിരിക്കണ വിശ്വാസം പലതും വിറക്കണ വിശ്വാസമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഫിഡലിറ്റിയിലെ വിഷയം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാറ്റഗിസം പോലും പൊളിച്ചെഴുതണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇപ്പോൾ നിലവിലിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റഗിസത്തിൻ്റെ സിലബസ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഫിഡലിറ്റിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്.
എനിക്കൊക്കെ വിശ്വാസം ഈ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലെന്ന് പറഞ്ഞു. ഉടനെ അയാൾ അത് അയാൾക്ക് ഇപ്പോൾ ക്യാച്ച് ചെയ്ത് അയാൾ പറയണത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മകനും പറയണത് ഈ കാറ്റഗിസത്തിൽ അവന് വിശ്വാസമില്ലെന്നാണ്. ഞാനൊരു ദൈവം ഇത് വിളിക്കാൻ നേരത്തെ പാണ്ടായ എൻ്റെ മകനും പറഞ്ഞത് അതാണ്, നാം ആ കാറ്റഗിസത്തിൽ പോണില്ലെന്ന്. അത് കാരണം ഈ കാറ്റഗിസത്തിൻ്റെ സിലബസിൽ അവന് വിശ്വാസമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് തന്നെ അവനും പറയണം. ഞാൻ പറഞ്ഞത് എന്താണ്, കാറ്റഗിസം ഫെയ്ത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫിഡലിറ്റിയാണ്, ഫെയ്ത്ത്, ഇത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയായിട്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് വിറച്ചിലില്ല, വിറക്കത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായി വിറക്കത്തില്ല. നമ്മളെന്തുകൊണ്ടാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ വിറക്കണേ? എന്താണ്? നമുക്ക് വിശ്വാസം മാത്രം, വിശ്വാസത്തിൽ ഈ പറയലുണ്ട്. ഇപ്പം ലാമ്പ് സ്കൂട്ടറൊക്കെ ഓടിച്ച് 60 കയറുമ്പോൾ തന്നെ തുള്ളാൻ തുടങ്ങത്തില്ലേ? ഇത് കഴിഞ്ഞ് ഹെവി ലോഡ് എടുക്കണില്ല ഈ വിശ്വാസം. പക്ഷേ വിശ്വസ്തതയാണെങ്കിൽ മാതാവ് ഏത് സമയത്ത് ഏത് കുരിശിൻ്റെ ചുവട്ടിലും മകൻ്റെ ചോര ചവിട്ടി കൂളായിട്ട് നിൽക്കണം, ഒരു പർക്കിസൻസ് ഇല്ലാതെ നിൽക്കണം. കണ്ടില്ലേ? അതാണ് സാധനം. കാരണം ആ ഒരു വിശ്വസ്തതയാണ് അവരുടെ കയ്യിലുള്ളത്. അവർ ദൈവമായിട്ട് ബിസിനസ് ചെയ്തിരിക്കണ വിശ്വസ്തത വെച്ചാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഉടമ്പടി പ്രകാരം വിശ്വസ്തയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളുടെ മേൽ നട്ടലോടുകൂടി അപ്പോസ്തലികമായി പ്രതിരോധിക്കാൻ അമ്മയുടെ ആത്മശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.